اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. السلام عليك أيها النبي ورحمة الله وبركاته. 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 إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم الحمد لله رب العالمين. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. പരിപാവനമായ വിശുദ്ധ റമളാനിന്റെ പടിവാതിൽക്കലേക്ക് എത്തി നിൽക്കുന്ന നമ്മുടെ മജ്ലിസ്, ഈ സ്ഥാപനം ഇവിടെ എത്തിച്ചേർന്ന പ്രത്യേകമായി ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് വന്നവർ, കുടുംബാദികൾ, വേണ്ടപ്പെട്ടവർ, ഈ പ്രസ്ഥാനത്തിന്റെ സഹായികൾ, നമ്മെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരോടൊപ്പം, ദാസിമാരോടൊപ്പം, കുടുംബങ്ങളോടൊപ്പം അല്ലാഹു ഉൾപ്പെടുത്തി ചേർക്കുമാറാകട്ടെ. ജീവിതത്തിൽ എന്നേവരെ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി തരട്ടെ. നാളെയുടെ ഹൈറായ വിജയികളായ ആളുകളോടൊപ്പം അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിക്ഷ ഇന്നത്തെ ദിവസം ഈ ചാരിറ്റി വില്ലേജിലെ സാധുക്കളായി മക്കളോടൊപ്പം ദുആ വസിയത്ത് ചെയ്തു വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും അല്ലാഹു ഖൈറിലാക്കുമാറാകട്ടെ. ഈ പ്രസ്ഥാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറും ട്രസ്റ്റ് മെമ്പറും സ്ഥാപനത്തിൻ്റെ ആർക്കിടെക്റ്റും ഒക്കെയായ സഹോദരൻ അൻവർ സാഹിബിൻ്റെ ഭാര്യ 3 മാസം പ്രഗ്നൻ്റാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സഹോദരനും കുടുംബത്തിനും എല്ലാവിധ ഖൈറാത്തുകളും നൽകട്ടെ. നല്ല സ്വാലിഹായ ഒരു സന്താനത്തിന് ആരോഗ്യത്തോടു കൂടി ജന്മം നൽകാനുള്ള എല്ലാ കാര്യങ്ങളും അവസരങ്ങളും വഴികളും വേണ്ടതെല്ലാം അല്ലാഹു ആ സഹോദരിക്കും കുടുംബത്തിനും അടുപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാ ആശങ്കകളെയും വിഷമങ്ങളെയും വേവലാതികളെയും ഒക്കെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. സമാധാനവും പ്രതീക്ഷയും ഖൈറും അല്ലാഹു നൽകട്ടെ. ജീവിത വഴികളിലൊക്കെ ഇരുവർക്കും കുടുംബങ്ങൾക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഖൈറും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അൻവറിൻ്റെ മാമി സാജിദ എന്ന സഹോദരിയുടെ സുഹൃത്ത്, ശ്രീകാര്യത്ത് താമസിക്കുന്ന സഫിയ എന്നൊരു സഹോദരിയുടെ മകൻ റാഫി പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയാണ്. എത്രയും വേഗം ആ പൊന്നുമകൻ പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി നല്ലൊരു ഹാഫിളായി, ഖുവത്തായ ഹാഫിളായി കാണാൻ അല്ലാഹു അവർക്ക് അവസരം നൽകട്ടെ. എല്ലാ നിലയിലും പരിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിലൂടെ ആ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഉയർച്ചയും ഖൈറും കൊടുക്കട്ടെ.
അതുപോലെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെയും ഖബറിടങ്ങളെയും അള്ളാഹു സ്വർഗീയ ആരാമങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാരിൽ അവരെയും നമ്മയും എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് നാളുകളായി പണ്ട് മുതലേ ഈ പ്രസ്ഥാനത്തിന്റെ സഹകാരിയും സഹായിയും ഒക്കെയായ വെമ്പായം ബഷീർ സാഹിബിന്റെ മക്കൾക്കും മരുമക്കൾക്കും അല്ല അള്ളാഹു എല്ലാവിധ ഖൈറും കൊടുക്കുമാറാകട്ടെ. ഒരുപാട് നാളായ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയോടെയുള്ള ദുആ, കാരുണ്യവാനായ റബ്ബിന്റെ റഹ്മത്തിന്റെ കവാടം എത്രയും വേഗം അദ്ദേഹത്തിന് നേരെ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. വിവിധ രൂപത്തിൽ സാമ്പത്തികമായി, ഉൽപ്പന്നങ്ങളായി, നിർമ്മാണ കാര്യത്തിലൊക്കെ പല രൂപത്തിൽ സഹായിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വതക്കകൾ, ജാരിയായ സ്വതക്കകൾ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അതിൻ്റെ എല്ലാം ബറക്കത്ത് കൊണ്ട് അവരുടെ കുടുംബം, വീട്, കച്ചവടം, വരുമാനം ഇതൊക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹം നിയത്ത് ചെയ്തിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മരുമക്കൾ രണ്ടുപേർക്കും അള്ളാഹു ഏറ്റവും നല്ല ജോലി ബറക്കത്താക്കി കൊടുക്കുമാറാകട്ടെ. പ്രവാസ ലോകത്ത് വളരെയധികം വിഷമത്തിലായി കഷ്ടപ്പെട്ട് കഴിയുന്ന സഹോദരന് ഏറ്റവും നല്ലൊരു ജോലി അള്ളാഹു എല്ലാവിധ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ കുമ്മളിൽ നിന്നുള്ളൊരു സഹോദരി, അവരുടെ പേരക്കുട്ടി നസ്ഫിൻ ആലം, എല്ലാവിധ നന്മകളും ഖൈറും അള്ളാഹു ആ കുട്ടിക്ക് നൽകുമാറാകട്ടെ. ആ കുടുംബം ആഗ്രഹിക്കും പോലെ, ആ ഉമ്മയും കുടുംബമൊക്കെ ആഗ്രഹിക്കും പോലെ ആ കുട്ടിയെ കൊണ്ട് അവർക്ക് സന്തോഷിക്കാനുള്ള എല്ലാ വഴികളെയും അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. അതുപോലെ കല്ലറ ഷബീർ എന്ന സഹോദരന്റെ പിതാവ് കല്ലറ കെ എ അബ്ദുൽ ബഷീർ സാഹിബ് മരണപ്പെട്ടിട്ടേക്ക് 5 വർഷം പൂർത്തിയാവുകയാണ്. അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു. ആ പിതാവിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, സ്വർഗ്ഗം നസീബാക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാരിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും ബറക്കാത്തുകളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളും സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട മെമ്പറുമായ സഹോദരൻ നജൂമുദ്ദീൻ നദ്വിയും സുഹൃത്തുക്കളുടെയും പ്രവാസ നാട്ടിലെ സ്ഥാപനം, സ്കൂൾ പ്രസ്ഥാനം എത്രയും വേഗം അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളെയും അള്ളാഹു അതിവേഗം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നിർമ്മാണ പ്രവർത്തനങ്ങളിലുള്ള ഇഴച്ചിലൊക്കെ മാറ്റി എത്രയും വേഗം ആഗ്രഹിക്കുന്നതിലും അപ്പുറം ബറക്കത്തായി പടച്ചിറപ്പ് എളുപ്പമായിട്ട് അതിനെ തുറന്ന് പ്രവർത്തിക്കാനുള്ള വഴികൾ കൊടുക്കട്ടെ. മറ്റെന്തെല്ലാം ശൈത്താനീയത്തിൻ്റെയും ജിന്നിയാത്തിൻ്റെയും അയിനും ഹസദും സിഹറും ഒക്കെയായി എന്ത് ഷറുണ്ടെങ്കിലും അതിനൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ, ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാ ഖൈറുകളും അള്ളാഹു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് നാളായി പ്രസ്ഥാനത്തിൻ്റെ സഹായിയായി സഹകാരിയായിട്ടുള്ള കോട്ടയം സ്വദേശിയായ സഹോദരൻ മുഹമ്മദ് സജീർ സാഹിബ്, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത വരുമാന വഴികളിലെല്ലാം അള്ളാഹു ബറക്കത്തും ഐശ്വര്യവും കൊടുക്കുമാറാകട്ടെ. എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ ആ മാസവും സഹായവും ഒക്കെ അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകുന്നതിന് കാരണമാക്കുമാറാകട്ടെ. അതുപോലെ വെഞ്ഞാറമൂട്, നാഗരികുഴി, ഷമീർ പോലീസ്, അള്ളാഹു അദ്ദേഹത്തിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വർഷങ്ങളായി എല്ലാ മാസവും മാസവരിതെന്ന് സഹായിക്കുന്ന സഹോദരന്റെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നടു സംബന്ധമായ അദ്ദേഹത്തിന്റെ രോഗാവസ്ഥ, വിഷമാവസ്ഥ, ബുദ്ധിമുട്ടിനൊക്കെ അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിന് അള്ളാഹു ഖൈറും ബറക്കത്തും സമാധാനവും ആഫിയത്തും ഖൈറും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ കണ്ണൂർ സ്വദേശിയായി കുവൈറ്റിൽ കഴിയുന്ന സ്വാദിക്കുന്ന സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തിനെയും ഖൈറിലും ബറക്കത്തിലും ആക്കട്ടെ. അദ്ദേഹത്തിന്റെ ജീവിത വരുമാന വഴികളിൽ പടച്ചിറപ്പ് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാ നിയ്യത്തുകളെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ഉയർച്ചകളും പടച്ചിറപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മറ്റ് വിവിധങ്ങളായ നിയ്യത്തുകൾ പറഞ്ഞ ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാവരുടെയും നിയ്യത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരു കുടുംബം പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി 2 മക്കളെ 2 സ്ഥാപനങ്ങളിലായി ആക്കിയിരിക്കുന്നു. 2 പേരും പരിശുദ്ധ ഖുർആൻ പഠിച്ച് പൂർത്തിയായി സന്തോഷത്തോടെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നെങ്കിലും പഠനം പകുതി വഴിയിൽ നിലച്ചു പോകുമോ എന്ന് ആശങ്കപ്പെടുത്തുന്ന പല വിഷമങ്ങളും കാണുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ ഒരു വിഷമങ്ങളും ഇല്ലാതെ എത്രയും വേഗം പരിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കി മാതാപിതാക്കൾ കുടുംബക്കുമൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ നല്ല തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള, ആഗ്രഹിക്കപ്പെടുന്ന നല്ല നിലയിലുള്ള ജീവിതം നയിക്കുന്ന മാതൃകാ മക്കളാക്കി ആ മക്കൾ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. നല്ല ഭാവി അല്ലാഹു കൊടുക്കുമാറാകട്ടെ. എല്ലാവരോടും നല്ല സ്നേഹവും സഹകരണവും ഉള്ള മക്കളാക്കി അല്ലാഹു ആ മക്കളെ കബൂലാക്കുമാറാകട്ടെ. അതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ വഴിയിൽ പരിപൂർണമായി തഖ്വയോടെ കഴിഞ്ഞുകൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ മജ്ലിസിലേക്ക് ദുആ വസിയത്ത് ചെയ്ത് വന്നവർ, എത്തിച്ചേർന്നവർ എല്ലാവരെയും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വിശിഷ്യ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അനിവാര്യമായി നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ കാര്യങ്ങളിൽ വിവിധങ്ങളായ രൂപത്തിൽ സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ ഒക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇവിടെ എത്തിച്ചേർന്ന് ഈ മജ്ലിസിലുള്ളവർ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ആവശ്യങ്ങളൊക്കെ മനസ്സിൽ കരുതി നിയ്യത്ത് ചെയ്ത് ഹലാലായ ആഗ്രഹങ്ങളായിട്ട് വന്നിട്ടുള്ള
ഓരോ വ്യക്തിത്വങ്ങളുടെയും നിയ്യത്തുകൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, ഖൈറിലും ബറക്കത്തിലുമാക്കട്ടെ. എല്ലാ നിഅമത്തുകളും അല്ലാഹു അവർക്കും നമുക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാനിന്റെ ഒരു നോമ്പും ഒരു തറാവീഹും ഒരു ഇബാദത്തും നഷ്ടപ്പെടുത്താതെ പരിപൂർണമായി ഫലവത്താക്കുന്ന സജ്ജനങ്ങളിൽ നമ്മയും നമ്മുടെ കുടുംബാദികൾ, വേണ്ടപ്പെട്ടവർ, ബാധ്യസ്ഥർ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا في زمرته تحت ظل لوائه المعقود. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في كل أمورنا خصوصا في اجتماعنا هذا بركة ورحمة وسلامة وعفة ورحمة وبركة تامة يا رب العالمين. اللهم افتح لنا أبواب الرحمة وأبواب السلامة وأبواب السكينة وأبواب البركة والعافية يا رب العالمين. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن آناء الليل وأطراف النهار. اللهم ربنا تقبل منا ما كان صالحا وأصلح لنا ما كان فاسدا. اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتخشعنا وتضرعنا وتراويحنا وتمم تكسير أعمالنا واستجب دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الرحم الرحيم يا الله കരുണക്കടലായ റഹ്മാനെ, ദയാലുവായ റബ്ബേ, സ്നേഹനിധിയായ അല്ലാഹ്, പാപികളായ ദോഷികളായ സാധുക്കൾ നിന്റെ മുമ്പിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ നീ സ്വീകരിക്കണമല്ലോ. ഞങ്ങളോടൊപ്പം ഈ മജ്‌ലിസിൽ പറയുന്ന സാധുക്കളായ നിഷ്കളങ്കരായ നിന്റെ മക്കളുണ്ട് റബ്ബേ. നിന്റെ പ്രത്യേകമായ രൂപത്തിൽ പടച്ചവനെ നീ സൃഷ്ടിച്ചപ്പോൾ നീ വല്ലാതെ കരുണ കാണിക്കുന്ന സാധുക്കളായ മക്കളാണല്ലോ അല്ലാഹ്.
പാപം എന്തെന്നറിയാത്തവരാണല്ലോ റബ്ബേ. നാലാളുകളെ പോലെ തിരിച്ചറിവോടെ ആഡംബരത്തോടെ ആസ്വാദനത്തോടെ ജീവിക്കാൻ അവസരം നൽകപ്പെട്ടിട്ടില്ലാത്തവരാണല്ലോ റബ്ബേ. ഇവരെ കൊണ്ട് ഒരുപാട് ഖൈറാത്തുകളാണ് ലോകത്തിന് ഉണ്ടാകുന്നതിന്റെ ഹബീബ് പഠിപ്പിച്ച ഹദീസിന്റെ സാരമുണ്ടല്ലോ അല്ലോ. ഈ സാധുക്കളായ മക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ മജ്‌ലിസിൽ പ്രതീക്ഷയോടെ വസിയത്ത് ചെയ്ത് പല നിയ്യത്തുകളുമായി വന്നു ചേർന്നവർ, വസിയത്ത് ചെയ്തവർ, ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളായിട്ട് വന്നു ചേർന്നവർ, ആശങ്കകളും പ്രതിസന്ധികളും പ്രയാസങ്ങളുമായി വന്നു ചേർന്നവർ ആരെല്ലാം ഉണ്ട്, അവരുടെ മനസ്സിന്റെ വേദനകൾ, അവരുടെ ആഗ്രഹങ്ങൾ, വേവലാതികൾ അറിയുന്ന റബ്ബേ. പടച്ചവനെ, അവരോരോ മനുഷ്യരുടെയും മനസ്സിന്റെ വേദന അറിയുന്ന നാഥാ, ഈ സ്ഥാപനത്തിലെയും മജ്‌ലിസിൽ പ്രതീക്ഷയോടെ വസിയത്ത് ചെയ്ത് കാത്തിരിക്കുന്ന ഇവിടെ നീയത്തുകളെ നീ പരിപൂർണമായി വിജയത്തിലാക്കണേ അല്ലാ. നീ വിജയത്തിലാക്കണേ അല്ലാ. പടച്ച റബ്ബേ, നീയാണ് ഖാലിഖ്, നീയാണ് മാലിക്, നീയാണ് റാസിഖ് റബ്ബേ. നീയല്ലാതെ ഒരു ഖൈറും തരാൻ ഒരു ശക്തിക്കും കഴിയില്ലല്ലോ റബ്ബേ. നിനക്കല്ലാതെ ഒരു ശർറും ഞങ്ങളെ തൊട്ട് തടയാൻ ഒരു ശക്തിക്കും കഴിയില്ലല്ലോ അല്ലാ. രോഗം വെക്കുന്നവനും മാറ്റുന്നവനും നീയാണല്ലോ റബ്ബേ. അപകടം തരുന്നവനും മാറ്റുന്നവനും നീയാണല്ലോ അല്ലാ. നഷ്ടങ്ങൾ തരുന്നവനും ലാഭം തരുന്നവനും നീയാണല്ലോ റബ്ബേ. സന്തോഷങ്ങളും ദുഃഖവും തരുന്നവൻ നീയാണല്ലോ അല്ലാ. പടച്ചവനെ, ജീവിതത്തിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വല്ലാത്ത നിലയിൽ തളർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദുഃഖത്തിന്റെ പ്രയാസത്തിന്റെ പാരമ്യതയിലെത്തിയ പലരുമുണ്ട് റബ്ബേ. പല തരത്തിലുള്ള പ്രതിസന്ധികൾ, വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ. കടബാധ്യതകൾ, ഞെരുക്കങ്ങൾ, പ്രയാസങ്ങൾ, തെരുവ് ജീവിതത്തിന് സമാനമായി കഴിയുന്നവരുണ്ട് അല്ലാ. കടക്കാടമില്ലാത്തവർ, വാടകയ്ക്ക് കടന്നു തളർന്നവർ, സാമ്പത്തിക ഞെരുക്കങ്ങളുള്ളവർ, ലോൺ കൊണ്ട് ജപ്തിയുടെ ഭീഷണിയിൽ നിൽക്കുന്നവർ, ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം ഉണ്ടോ, ഇവിടെ മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങളും മുറാദുകളും നീ സഫലമാക്കണേ അല്ലാ. ബാധ്യതകൾ, ഞെരുക്കങ്ങൾ, പ്രയാസങ്ങളിൽ നിന്ന് മോചനം നൽകണേ അല്ലാ. നീ മോചനം നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ഏതെല്ലാം നിയ്യത്തുകളുമായ ആവശ്യങ്ങൾ, അവലാദികൾ, ആഗ്രഹങ്ങളായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ, അവിടെ മുഴുവൻ ഹലാലായ ആഗ്രഹങ്ങളെ മുറാദുകളെ നിറവേറ്റി കൊടുക്കണം റബ്ബേ. പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ മാറ്റി കൊടുക്കണം അല്ലാ. തളർന്നു പോകുന്ന എല്ലാ തരത്തിലുള്ള രോഗങ്ങളെ തൊട്ടവരെയും ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് കാലം ചികിത്സിക്കേണ്ടി വരുന്ന, തളർന്നു പോകുന്ന, സാമ്പത്തികം വല്ലാതെ ചിലവഴിക്കേണ്ടി വരുന്ന എല്ലാ രോഗങ്ങളെ തൊട്ടെല്ലാവരെയും കാക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ വേണ്ടപ്പെട്ട പലരും പലതരത്തിലുള്ള ശാരീരിക, മാനസിക, ആന്തരിക, ബാഹ്യ രോഗങ്ങളുടെ വിഷമത്തിലാണ് റബ്ബേ. എല്ലാ വിഷമതകളും മാറ്റിക്കൊടുക്കണം അല്ലാ. ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് കാലം ഇനിയും നിന്റെ ദീനിന് വേണ്ടി, ഈ ഉമ്മത്തിന് വേണ്ടി, നിന്റെ ദീനിന്റെ പരിശുദ്ധമായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി, സാധുക്കളായ അനാഥകളായ മക്കൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, എല്ലാ അർത്ഥത്തിലും ധൈര്യവും സ്ഥൈര്യവും, എല്ലാ വഴികളും അനുകൂലമായ ബറക്കത്തായ ആഫിയത്തോടെയുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് തരണേ അല്ലാ. പടച്ചവനെ, നിന്റെ തഖ്വയിലായി, പൊരുത്തത്തിലായി ജീവിച്ച നിന്റെ പരിശുദ്ധമായ കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ച് ഏറ്റവും നല്ല മാസത്തിൽ, സമയത്തിൽ, ദിവസത്തിൽ, സ്ഥലത്തിൽ, സന്ദർഭത്തിലായി, കാലത്തിലായി നിന്നിലേക്ക് വരാനുള്ള തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങളുടെ മക്കൾ, ഭാര്യമാർ, കുടുംബങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഉസ്താദുമാർ, സഹായികൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പടച്ച റബ്ബേ, റഹ്മാനായ നാഥാ, ഞങ്ങളുടെ കണ്ണിന്റെ കുളിർമയായ മക്കളെ തരണേ അല്ലാ. പരിശുദ്ധ ദീനിന്റെ അഹിലുകാരിൽ അവരെ പെടുത്തണേ അല്ലാ. പരിശുദ്ധ ഖുർആനിന്റെ വാഹകരാക്കണേ അല്ലാ. ആലിമീങ്ങളും ആലിമാത്തുകളും ഹാഫിളീങ്ങളും ഹാഫിളാത്തുകളുമാക്കണം അല്ലാ. സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ റബ്ബേ. അതിന് തടസ്സം വരുന്ന എല്ലാ തരത്തിലുള്ള പൈശാചിക ദുർബോധനങ്ങൾ, ഇടപെടലുകൾ, എല്ലാ കാര്യങ്ങളെ തൊട്ടും അവരെയും ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ വീടുകൾ, കുടുംബങ്ങളെ കാക്കണം അല്ലാ. ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളെ കാക്കണേ അല്ലാ. പടച്ചവനെ, മനസ്സുകളെ കാക്കണം അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരായി ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്ത്
സൗഖ്യത്തോടെ ആരോഗ്യത്തോടെയുള്ള ബറക്കത്തായ ജീവിതം നൽകണം അല്ലാ. ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ട് നിന്നിലേക്ക് വന്നു ചേർന്ന ആരെല്ലാം ഉണ്ടോ ഇവിടെ കബറിടങ്ങൾ പടച്ചവനെ നിന്റെ അടുക്കലാണ് അറിയുന്നത് റബ്ബേ. ആ കബറിടങ്ങളെ പ്രകാശപൂരിതമാക്കണം അല്ലാ. സ്വർഗീയ ആരാമങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തണം നാഥാ. നാളെ പാരത്രിക ലോകത്തെ വലിയ വിജയികളിൽ ഉൾപ്പെടുത്തണം അല്ലാ. നിന്റെ വിജയികളിൽ ഉൾപ്പെടുത്തണം അല്ലാ. നീ സ്വീകരിച്ചവരിൽ പെടുത്തണേ അല്ലാ. റബ്ബേ നീ സ്വീകരിച്ചവരിൽ പെടുത്തണേ അല്ലാ. പരിപാവനമായ വിശുദ്ധമായ ശഅബാന്റെ അവസാനത്തിലോട്ട് നീങ്ങുന്നു റബ്ബേ. നിന്റെ പുണ്യമായ നിന്റെ മാസം ഞങ്ങളിലേക്ക് വരുന്നു അല്ലാ. ശഹറുല്ലാഹ് എന്ന നിന്റെ മാസം ഞങ്ങളിലേക്ക് വരികയാണല്ലോ റബ്ബേ. സന്തോഷത്തോടെ നിന്റെ സത്യവിശ്വാസികൾ അകതാരിൽ 1000 ആനന്ദത്തോടെ വരവേറ്റതുപോലെ മർഹബൻ യാ ശഹ്റ റമളാൻ പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ആ റമളാനെ വേണ്ടതുപോലെ ഫലപ്പെടുത്തുവാൻ തറാവീഹ് നോമ്പുകളെ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണം അല്ലാ. ഈ പരിശുദ്ധ റമളാൻ പരിപൂർണ അർത്ഥത്തിൽ ഞങ്ങൾക്ക് ഫലപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന രൂപത്തിൽ നീ കാര്യങ്ങളെ ക്രമീകരിക്കണം അല്ലാ. പടച്ചവനെ ഈ ദുആ ചെയ്യപ്പെടുന്ന ഈ സ്ഥാപനവും പ്രസ്ഥാനവും പടച്ചവനെ ഓരോ ദിവസവും വലിയ 10,000-കണക്കിന് രൂപയുടെ സാമ്പത്തിക ആവശ്യമുള്ള അവസ്ഥയിലാണ് റബ്ബേ. അല്ലാഹുവേ ഇതിന്റെ നിത്യേനയുള്ള പ്രവർത്തനങ്ങളെ വിവിധങ്ങളായ രൂപത്തിലൂടെ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ അവരെവിടെയെല്ലാം ഏതെല്ലാം നാടുകളിലാണുള്ളതെങ്കിലും അവരുടെ മുഴുവൻ നിയ്യത്തുകളെ കബൂലാക്കണം അല്ലാഹ്. പടച്ചവനെ വരുന്ന പരിശുദ്ധ റമളാൻ പരിപൂർണാർത്ഥത്തിൽ ഞങ്ങൾക്കും എല്ലാവർക്കും നീ ഉപകാരപ്പെടുത്തണം അല്ലാ. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. اللهم ربنا لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.